ഞാനിപ്പോൾ ഉള്ളത് ഹൊന്നവാർ ബാംഗ്ലൂർ ഹൈവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ്. ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. 2 വില്ലേജുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. കുദ്രുഗി വില്ലേജിനെയും സാംഷി വില്ലേജിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിന് ഏകദേശം 400 മീറ്റർ നീളമാണ് ഉള്ളത്. സാംഷി വില്ലേജിലുള്ള ആളുകൾക്ക് ബാംഗ്ലൂർ ഹൊന്നവാർ ഹൈവേയിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ ധാരാളം ബൈക്കേഴ്സ് പോകുന്നുണ്ട്. ശിവപുര ഹാങ്ങിങ് ബ്രിഡ്ജിൽ കണ്ട ബൈക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ റൈഡേഴ്സാണ്. ഈ പോകുന്ന ബൈക്കേഴ്സൊന്നും റൈഡേഴ്സ് അല്ല, ഇവരെല്ലാം ഇവിടുത്തെ നാട്ടുകാരാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പാലം ഉപയോഗിക്കുന്നത്. സാധാരണ ഹാങ്ങിങ് ബ്രിഡ്ജിലൊന്നും തന്നെ വണ്ടികൾ കടത്തിവിടാറില്ല. അപ്പോൾ അത്രയ്ക്കും ബലമുള്ള ഹാങ്ങിങ് ബ്രിഡ്ജസൊന്നും ആയിരിക്കത്തില്ല അതൊന്നും. എന്നാൽ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ വണ്ടികൾ കടന്നു പോകുന്നുണ്ട്, ബൈക്കുകൾ കടന്നു പോകുന്നുണ്ട് ധാരാളമായിട്ട്. ഇതിൽ എൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 300 പേർക്ക് ഒരേ സമയം ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിൽക്കാനായിട്ട് കഴിയും. അത്രയ്ക്കും ബലമുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണിത്. ഈ നദി ശരാവതി നദിയാണ്. ഈ ശരാവതി നദിക്ക് കുറുകെ ആണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത് ഇത്രയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ തുടങ്ങിയത്. സെൽഫി എടുക്കാനും ഫോട്ടോഷൂട്ടിനും വേണ്ടിയിട്ടൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ തന്നെ ഇത് ശനിയാഴ്ചയാണ് ഞങ്ങൾ വന്ന ദിവസം. ശനിയാഴ്ച ധാരാളം ആളുകളുണ്ട് ഇവിടെ. എല്ലാം ടൂറിസ്റ്റുകൾ തന്നെയാണ്, നാട്ടുകാരാണ് ഈ ബൈക്കിൽ പോകുന്നത്. ഇത് ഹൊന്നവാർ എന്ന സ്ഥലത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം 30 മിനിറ്റ് യാത്രയുണ്ട് ഹൊന്നവാറിൽ നിന്നും ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട്. ഇവിടെ പ്രവേശിക്കുന്നതിന് ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗ്രാമപഞ്ചായത്ത്, കുദ്രുഗി ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരു ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 10 രൂപയാണ് ഇവിടുത്തെ ഫീസ്. അത് നല്ലതാണ്. എന്തായാലും ഇവിടുത്തെ മെയിൻ്റനൻസിനൊക്കെ അത് ഉപയോഗിക്കാം. 2 ജീവനക്കാർക്ക് ഉപജീവന മാർഗവും ആയിത്തീരും. വെറുതെ ആൾക്കാരെ കയറ്റി വിട്ടിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ പാർക്കിങ്ങിന് പ്രത്യേക സ്പേസൊന്നും ഇല്ല. നമ്മളെ വണ്ടി റോഡ് സൈഡിൽ പാർക്ക്, നാഷണൽ ഹൈവേയിൽ പാർക്ക്, ഹൊന്നവാർ ബാംഗ്ലൂർ ഹൈവേയിൽ പാർക്ക് ചെയ്തിട്ട് നടന്ന് നമുക്ക് ഇങ്ങോട്ട് കയറാം. തൊട്ടടുത്ത് തന്നെ കുറച്ച് ഒരു 100 മീറ്റർ പോലും നടക്കേണ്ടി വരത്തില്ല ഈ പാലത്തിൽ കയറാനായിട്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് വളരെ എളുപ്പത്തിൽ ഇവിടത്തേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. സാധാരണ കേസ് ട്രക്കിംഗ് അങ്ങനെയുള്ള ഒന്നും ഇല്ല ഇവിടെ. വളരെ അടുത്ത് തന്നെയാണ്. ശിവപുര ഹാങ്ങിങ് ബ്രിഡ്ജിൽ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവിടെ ഏകദേശം ഒരു 4 കിലോമീറ്റർ ജീപ്പ് സഫാരി നടത്തിയിട്ടാണ് ഞങ്ങൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയത്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മളെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. എളുപ്പത്തിൽ നമുക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ നടന്ന് ഏകദേശം ഇതിൻ്റെ ഒരു എൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നദി നല്ല ഒഴുക്കുണ്ട്. ഒഴുക്കില്ലാത്ത സമയത്താണ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ പറ്റുമായിരുന്നു. അതിനുള്ള ബോട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തേക്ക് പോവുകയാണെന്ന്. എൻ്റെ അടിഭാഗം കൂടെ കാണാം. മേൽഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. അടിഭാഗത്ത് അതിൻ്റെ നദിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഇവിടെ ഈ തൂണുകൾ നാട്ടിയിരിക്കുന്നത് ഈ ബൈക്കുകൾ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബൈക്കുകൾ വന്ന് കയറണമെങ്കിൽ നല്ലൊരു സ്ലോപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഈ തൂണ് കൊടുത്തിട്ട് അങ്ങനെ സ്ലോപ്പ് കൊടുത്ത് നിർത്തിയേക്കുക. മറ്റേതെല്ലാം ഹാങ്ങിങ് ബ്രിഡ്ജാണ്, തൂണുകളൊന്നുമില്ല. ഇവിടെ കുറച്ച് മത്സ്യബന്ധന ബോട്ടുകളാണെന്ന് തോന്നുന്നു കിടപ്പുണ്ട്. അല്ലാതെ ഇനി യാത്രക്കാർക്കുള്ളതാണോ എന്നറിയത്തില്ല. ഇതിൻ്റെ അടിഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ്. ഇത് മറു സൈഡിൽ നിന്നുള്ള വ്യൂ എടുക്കുകയാണ് ഞാൻ. 2 സൈഡിൽ നിന്നും എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാലേ അതിൻ്റെ ഒരു നല്ലൊരു പിക്ചർ നമുക്ക് കിട്ടത്തുള്ള ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ. ഇതിലെ കൂടാണ് നമ്മൾ നടന്ന് വന്നത് ഈ സൈഡിലേക്ക്. ഇപ്പോഴത്തെ ഞങ്ങൾ ഇരിക്കുന്ന സൈഡ് സാംഷി എന്നുള്ള സൈഡാണ്. ഈ സാംഷിയിൽ നിന്നും ഏകദേശം 30 മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ ചതുർമുഖ ബാസഡിയിൽ എത്താൻ പറ്റും. ധാരാളം ആൾക്കാർ പോകുന്ന സ്ഥലമാണ് ചതുർമുഖ ബാസഡിയിൽ. ജൈൻ ടെമ്പിളാണിത്.
ഇവിടെ ഓട്ടോറിക്ഷയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോകാനായിട്ട് കഴിയും. ഇവിടെ കുറേ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബൈക്കേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് അവർക്ക് ഈ പാലം കടന്ന് ഹൈവേയിൽ പ്രവേശിച്ചിട്ട് അവർക്ക് ബാംഗ്ലൂർക്കോ ഹന്നോവർക്കോ ഒക്കെ പോകാനായിട്ട് കഴിയും ജോലിക്കൊക്കെ. അതൊരു മനോഹരമായ സ്ഥലമാണ്. ആരും മിസ് ചെയ്യാതെ കാണുക. ജോഗ് ഫാൾസിലേക്ക് പോകുന്നവർക്ക് കാണാൻ പറ്റിയൊരിടം കൂടിയാണ്.